അങ്ങനെ നമ്മളുടെ എന്റർടൈൻമെന്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ബട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മള് ലാലേട്ടനെ വിഷ് ചെയ്തു, ശരത് സാറിന്റെയും നമ്മുടെ പ്രകാശന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോ ഭയങ്കര അടിപൊളിയായിരുന്നു. സൂപ്പർ. പക്ഷേ നമുക്ക് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ പോവാണ്, എലിമിനേഷൻ. പോയാ പറ്റത്തുള്ളൂ. അതെ, കാരണം ഇപ്പൊ ആ ഒരു സീരിയസ് ഒരു ഇതിലേക്കൊക്കെ നമ്മൾ എത്തി, ക്വാർട്ടർ ഫിനാലെ ആവാറായി. അപ്പോ ആ എലിമിനേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ കേറാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു എൻഡ് അല്ല. ഇന്ന് ആരാണോ ഇവിടുന്ന് പോകുന്നത് അവരുടെ ആ ഒരു കരിയർ അടുത്ത സ്റ്റെപ്പിലേക്ക് സ്റ്റാർട്ടായി എന്ന് മാത്രം വിചാരിക്കുക. പക്ഷെ നമുക്കിത് എലിമിനേഷൻ പ്രോസസ്സ് നടത്താതിരിക്കാനും പറ്റില്ല. അപ്പൊ എല്ലാരെയും വിളിക്കട്ടെ. ഓക്കെ, എല്ലാരും എത്തി. മക്കളെ എല്ലാരും കണ്ടതിൽ സന്തോഷം. പിന്നെ കുറച്ച് പേരെ കാണുമ്പോൾ മനസ്സിൽ അതിയായ സന്തോഷം. കുറച്ച് പേരെ കാണുമ്പോൾ രണ്ടടി കൊടുക്കണമെന്ന് തോന്നും, അത് ഉഴപ്പിയ ആളുകളെ കാണുമ്പോൾ. അതൊക്കെ ഇതിലുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം മക്കളെ, ഈ എലിമിനേഷൻ വേണ്ട, സെലക്ഷൻ പ്രോസസ്സ് ഇത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് റിയാലിറ്റി ഷോയിൽ. കാര്യം നമ്മൾ ഒരു വിജയിയല്ലേ കാണത്തുള്ളൂ. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞങ്ങളെല്ലാം ഇങ്ങനെ അങ്ങ് നിൽക്കും എന്ന് പറഞ്ഞെന്ന് ആരെങ്കിലും ഒരാൾ ജയിക്കണ്ടേ? അപ്പോൾ ഒരാളെ കണ്ടുപിടിച്ചേ പറ്റത്തില്ല. അപ്പോൾ ഓരോരുത്തരായിട്ട് പോവും. നമ്മളതങ്ങനെ വളരെ എന്താ പറയണ്ടേ, 1.5 വ്യത്യാസമുള്ളത്. പക്ഷേ എന്നാലും ആ വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ, എനിക്ക് എപ്പോഴും പറയാറുള്ളതാണ് ഞാൻ, ഉഴപ്പരുത്. ഇനിയുള്ള നമ്മൾ കുറേയും കൂടെ ഈ എന്താ പറയുക, കോമ്പറ്റീഷൻ കുറേയും കൂടെ ടൈറ്റ് ആവുകയാണ്. അതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാവരും പാട്ട് പഠിക്കുമ്പോൾ ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് പോയി എല്ലാ സംശയവും തീർത്ത് പക്കായിട്ട് ഇവിടെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുമ്പം നമ്മളൊക്കെ ഞെട്ടണം. ആ ലെവലിലായിരിക്കണം നിങ്ങളുടെ പ്രസൻറ്റേഷൻ. കാര്യം എല്ലാവരും ഈ ഷോ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളതല്ലേ, നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതാണ്. അപ്പോൾ അവരും വിഷമിക്കും. നിങ്ങൾ ആരെങ്കിലും കുറച്ച് പാടിയത് ശരിയായില്ലെങ്കിലോ എന്തെങ്കിലും ഉഴപ്പടിച്ചിട്ട് മാർക്ക് പറയുമ്പോഴൊക്കെ അവരും വിഷമിക്കും. എന്തിനാണ് അങ്ങനെ? അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങൾ ഈക്വലി ടാലൻറ്റഡ് ആണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പം നിങ്ങൾ ഈ കഴിഞ്ഞ വട്ടം പാടിയതിൽ ഉള്ള മാർക്ക് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാം നല്ല കുഞ്ഞുങ്ങളാണ്, സത്യം. എനിക്ക് അത്ര നിങ്ങളെല്ലാം വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ പാറു, നമുക്ക് പ്രോസസ്സിലേക്ക് പോവാം അല്ലേ? ആദ്യം ടോപ്പ് 5. ബദ്രി ടോപ്പ് 1 ആണ് അത്. ബദ്രി, കുറെ സന്തോഷം മക്കളെ, കുറെ സന്തോഷം. സത്യം, നീ ഞങ്ങളെല്ലാം ഞെട്ടിച്ചു കളഞ്ഞു. നമ്മൾ വിചാരിച്ചതേ ഇല്ല നീ ഈ ലെവലിലൊക്കെ മാറും, ഇങ്ങനൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ അസാധ്യം. അതൊരു സത്യം. മറ്റുള്ള പിള്ളേർ കണ്ട് പഠിക്കേണ്ട ഒരാളാണ് ബദ്രി. ഓൾ ദ ബെസ്റ്റ് മക്കളെ. ഇതുപോലെ പോവുക, ഉഴപ്പരുത് കേട്ടോ മക്കളെ. മാർക്ക് എത്രയാണെന്ന് അറിയണ്ടത്? 84 മാർക്കാണ് ബദ്രിക്ക്. നല്ല മാർക്കാണ് ബദ്രിക്ക്. അപ്പൊ നമുക്ക് അടുത്ത ആളിനെ വിളിക്കാം. സെക്കൻഡ് അഭിനവ്. അഭിനവേ, ലവ് യുടാ ചക്കരെ. അസാധ്യമായിരുന്നു. അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഉഗ്രം. കാര്യം എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ, അത്രയ്ക്ക് നമ്മളെയൊക്കെ ഞെട്ടിച്ച് പെർഫോം ചെയ്യാൻ പാടുകയും ചെയ്തു നീ. ഉഗ്രം. അത് നോക്ക്, വേണുചേട്ടന്റെ മനസ്സിൽ വരെ അത് വേണുചേട്ടന്റെ ഡിസ്കോ കളിക്കാൻ വരെ തുടങ്ങിയത് നീ കാരണം. കാര്യം അത്രയ്ക്ക് ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ വിചാരിക്കുക, അതല്ലേ ഞാൻ പറഞ്ഞില്ല ഞെട്ടിപ്പോയെന്ന്. ഒരു ഇരുട്ടടി കിട്ടിയാണോ വരുന്നത് നിങ്ങളുടെയൊക്കെ പെർഫോമൻസ്. കാര്യം നമ്മൾ ഞെട്ടിപ്പോ ഇത് ഇവരോ നമുക്ക് എനിക്കതിനെ വിശ്വസിക്കാൻ പറ്റാണ്ടായിപ്പോ. അത്രയ്ക്ക് ഉഗ്രായിരുന്നു. കലക്കി മകളെ. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുക. ഇനി മൂന്നാമത്തവനെ കാണണ്ടേ നമുക്ക്? തേർഡ് പൊസിഷൻ നിവേദ്. മക്കളെ, അഭിനവേ മോന് മാർക്ക് 83. ഒറ്റ മാർക്കിന്റെ വ്യത്യാസം. നിവേദേ, എന്തോന്നാടാ നീ ആ മറ്റേ എന്താണ്
പെർഫോമൻസ് റൗണ്ട്. ഡാൻസ് മസ്തിയിൽ നീ വന്ന് കീറിയ കീറല് ഒരു മനുഷ്യൻ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത. അവസാനം ഞങ്ങൾക്ക് നിന്നെ ആയിരുന്നു വെച്ചിരുന്നത്, നിന്നെ വെച്ചായിരുന്നു ഞങ്ങൾ മാർക്കിട്ട മോനെ. അതെ, അഭിയക്ക് അപ്പുറത്തിടണോ, ഈ ബദ്രി അപ്പുറത്തിടണോ, ഈ നിവേദാണ് നറുക്ക് വെച്ചേക്കുന്നത്. നിന്നെ വെച്ചാണ് ഞങ്ങൾ മാർക്കിട്ടേക്കുന്നത് എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ ഒരു പെർഫോമൻസ് ആയിരുന്നു. സ്വന്തം ഒരു ഇംപ്രവൈസേഷൻ, ഒരാവശ്യമില്ലാത്ത അസാധ്യമായിരുന്നു. മക്കളെ സൂപ്പറാണ്, സൂപ്പർ. അവന്റെ ശബ്ദത്തിന് അവന് കുഴപ്പമുണ്ടെങ്കിലും അത് വെച്ച് അവൻ തേർഡ് പൊസിഷനിലെത്തി. ഓൾ ദ ബെസ്റ്റ് മക്കളെ. നിവേദിന്റെ മാർക്ക് 82.1. എല്ലാം അടുത്തടുത്തുണ്ട് കിങ്കരന്മാര് കേട്ടോ. ഫോർത്ത് പൊസിഷനാണ് നമ്മൾ ഞെട്ടുന്നത്, വേറെ ആരുമല്ല, ശ്രീഹരി. മക്കളെ ചക്കരെ തൃശ്ശൂരെ സൂപ്പർടാ. എന്നെ ഇവിടെ കാണുന്നതിൽ എനിക്ക് കുറേ സന്തോഷമുണ്ട്. എൻ്റെ കൂടെ ഉഴപ്പിന്റെ കാറ്റൊക്കെ കുറച്ചുണ്ടായിരുന്നു ഇടയ്ക്ക്, അതൊക്കെ എവിടെ പറത്തി വിട്ട്. അവനിപ്പോ സാധകം ചെയ്യുന്നില്ലേ എന്നും? ശരിയാണ്, സാധകം ചെയ്യുക മാത്രമല്ല, അത് രൂപേഷൻ അയച്ചു കൊടുത്ത് രൂപേഷന്റെ ഉറക്കം കെടുത്തുന്നു. അല്ല മക്കളെ, അതൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് നീ ആയതുകൊണ്ട് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. പറഞ്ഞോട്ടെ. ഇവൻ രാവിലെ എണീച്ചിട്ട് ഒരു 5 ദിവസത്തേക്കുള്ളത് പാടി വെച്ചിട്ട് ഓരോ ദിവസം അതയക്കുകയാണോ എന്ന് അല്ലല്ലോ, ഡെയിലി പാടിയല്ലേ? വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. അതിന്റെ ഗുണം നിനക്കുണ്ട്, അതിന്റെ ഗുണം കൊണ്ടാവുന്ന നീ ഇപ്പൊ അവിടെ നിൽക്കുന്നത് കേട്ടോ. അസാധ്യമായിട്ട് ചെയ്ത് ഈ പോയ റൗണ്ട്സ് എല്ലാം മക്കള് സൂപ്പർ വരും. നമുക്ക് ഞാനുള്ള സത്യം പറയാം, നിന്റെ ഉഴപ്പ് കണ്ടിട്ട് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു മക്കളെ ഇപ്രാവശ്യം പോകുമെന്നാണ് വിചാരിച്ചിരുന്നത്, സത്യം. പക്ഷെ നീ നമ്മുടെ പ്രതീക്ഷ എല്ലാം അസ്ഥാനത്താണ്. ഇങ്ങനെ തന്നെ പോ മക്കളെ. 80.7. ബ്യൂട്ടിഫുൾ. ശരത് സാർ, എന്തോ ഇപ്പോ 4 ആൺകുട്ടികളാണ് വന്ന് നിൽക്കുന്നത്. ഇനി ആ ഒരു 5th പൊസിഷനിലെ അതെങ്കിലും ഒരു പെൺകുട്ടി വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനും. നമ്മുടെ ആഗ്രഹം ദൈവം കേട്ടു. മെബിൻ, അവൻ നമ്മുടെ ഇവിടുത്തെ പെൺകുട്ടിയാ. വാടാ മക്കളെ. മെബിനെ, നീ വന്നപ്പോൾ മുതൽ നമ്മൾ നോട്ട് ചെയ്യുന്ന നിന്നിലെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ സിൻസിയറിറ്റി. ആത്മാർത്ഥമായിട്ട് പഠിക്കണം, അത് വൃത്തിയായിട്ട് ഇവിടെ വന്ന് പാടണം, നമ്മളെയൊക്കെ ഇമ്പ്രസ് ചെയ്യണം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കുഞ്ഞിൻ്റെ മനസ്സിൽ. അപ്പം അത് ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ്. അല്ലെങ്കിൽ നീ ഈ നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഉള്ള ഫലം കിട്ടും മക്കളെ, ഉറപ്പായിട്ട് കിട്ടും. അത് ഇന്നല്ലെങ്കിൽ നാളെ, നിനക്കത് ഇന്ന് തന്നെ കിട്ടും. ആസാദി. പക്ഷെ ശരത് സാർ, കഴിഞ്ഞ തവണത്തെ ടോപ്പ് 1 ആയിരുന്നു മെബിൻ. അപ്പൊ അവനിപ്പോ 5th പൊസിഷനിലേക്ക്. അല്ല, എന്നാൽ 5-ലുണ്ടല്ലോ. 5-ലുണ്ട്. 5-ലുണ്ട്. അവിടെ മുട്ടിയും തട്ടിയൊക്കെ നിൽക്കാമല്ലോ. ഇതിപ്പോ ഷാനിക്ക് പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും മാറി പറയാം. അതൊരു ഇഷ്യൂ അല്ല. പക്ഷെ ടോപ്പ് 5-ലുണ്ടല്ലോ, അത് വലിയ കാര്യം മക്കളെ. അപ്പൊ നിങ്ങളുടെ ഈ 5 പേർക്കും കെട്ടിപ്പിടിച്ച് എന്റെയും വേണുചേട്ടന്റെയും മാമന്റെയും ഒക്കെ വക കെട്ടിപ്പിടിച്ചു ഉമ്മ. കാര്യം ഓൾ ദി ബെസ്റ്റ് മക്കളെ. നിങ്ങൾ വർക്ക് പോയ പാത സൂപ്പറാണ്, അത് തന്നെ പിടിച്ചോ. വെച്ചലക്ക 79.65. അത് വേണിച്ചാട്ടം വന്നതുകൊണ്ടാണ് ഇങ്ങനൊക്കെ മാർക്കായത്, അല്ല നേരെ ഉള്ള മാർക്ക് വീണേനെ. അപ്പം മക്കളെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കലക്കി നിങ്ങൾ, ഞങ്ങൾക്ക് കുറേ സന്തോഷം മക്കളെ. We are proud. Congratulations, top 5, Badri, Nived, Mebu, Srihari and Abhi. Congratulations. Okay, Sharat sir. Yes. Top 5, 5 പേര് അവിടെ ഇരുന്നു. ആഹാ. 5 ആൺകുട്ടികൾ. 5 മാൻകുട്ടികൾ. 5 ആൺകുട്ടികൾ. ഓ ഗ്രേറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഡേഞ്ചർ സോണിൽ വരുന്ന നമുക്ക് അവരെ അങ്ങോട്ട് പിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡേഞ്ചർ സോണിൽ വരുന്ന നമുക്ക് അവരെ അങ്ങോട്ട് പിടിക്കാം. വൈക, നിങ്ങളുടെ വാ മക്കളെ.
വൈകേ മക്കള് പറ, ചക്കര ഉഗ്രം പാട്ടുകാരിയല്ലേ നീ? എന്താ നമുക്കൊക്കെ പ്രതീക്ഷയാണ് കുഞ്ഞിൽ. ഇത് വിഷമിക്കാനല്ല പറയുന്നത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒരു സ്ഥിതി നിങ്ങൾ കുഴപ്പമിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമാണിതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ആർക്കും വിഷമം വരത്തില്ല. എന്ത് പറ്റി മോക്ക്? മോക്ക് ആ മറ്റേ ശ്വാസം കഥച്ചത് പോട്ടെ, അല്ലാതെ മൊത്തത്തിൽ പെർഫോമൻസ് റൗണ്ടിൽ പെർഫോമൻസ് കൂടിപ്പോയി, അപ്പോൾ കതച്ച്. അത് കുഴപ്പമില്ല മോളെ, അത് അവസാനമല്ലേ, പോട്ടെ. ലാസ്റ്റത്തേല് ആ അനുപല്ലവിലൊരു അത് കുഴപ്പമില്ല, കാറ്റ് വന്നു. പിന്നെ മറ്റേ പാട്ടില് പ്രശ്നമില്ലായിരുന്നു, വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര ഷോക്കിംഗ്. വൈഗ ഡേഞ്ചറസ് സോണിലോ മോളെ ഇവിടെ കാണുന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, ഉള്ള സത്യം പറഞ്ഞു. നീ നന്നായിട്ട് പാടുന്ന ഒരു കുഞ്ഞുമാണ്, പിന്നെ നല്ല ടോണാണ് നിൻ്റെ, എനിക്ക് കുറേ ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ ഒരു വർക്കിൽ നിന്നെക്കൊണ്ട് പാടിക്കാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തു. അപ്പം മോള് ഇവിടെ വന്ന് നിൽക്കരുത്, അതേ ഉള്ളൂ. അത് നമുക്ക് കാണാൻ ഒരു സുഖമില്ല. ഇനിയെങ്കിലും മോളെ കൃത്യമായിട്ട് പ്രാക്ടീസും, അത് നിങ്ങൾ ഇപ്പോൾ ഈ ശ്രുതിയുടെ കാര്യമാണ്. നമ്മളന്ന് കുറച്ച് പാടിച്ചപ്പോൾ മോള് നന്നായിട്ട് പാടുന്നില്ലേ, ഒരു കംഫർട്ടബിളായിട്ട് പാടുന്നുണ്ട്. അതൊക്കെ നേരത്തെ കൂട്ടി ഫിക്സ് ചെയ്ത് പക്കായിട്ട് ഇവിടെ വന്ന് നടത്തുന്ന ഒരു പെർഫോമൻസ് ഒരു നല്ല കിട്ടുക്കാച്ചായിരിക്കണം. ഞങ്ങൾ എണീറ്റ് നിന്ന് കൈയടിക്കാനൊരു അവസരം തന്നതേ അല്ല നിങ്ങൾ. ഇതൊക്കെ ആണെങ്കിൽ ഈ ആൺകുട്ടികളാണ് പിന്നെ നമ്മൾ ഇങ്ങനെങ്കിലും ആക്കിയത്. കുറച്ച് പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അത് കുറേ വിഷമമുണ്ട്. മക്കൾ സൂക്ഷിക്കണം കേട്ടോ, ഇനി കൃത്യമായിക്കോണം. മക്കളുടെ മാർക്ക് 77.6. അടുത്ത ആളിനെ വേണ്ടേ? പാറു. പാർവണ. അതും നമ്മുടെ ഇവിടെ ഉള്ള ഒരു മിടുക്കി പെണ്ണാണ്. ഇവർക്കൊക്കെ എന്താ എനിക്കറിഞ്ഞൂടാ, അഹങ്കാരം എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുന്ന മക്കളെ. മോക്ക് എന്താ പറയാനുള്ളത്? എന്റെയും പെർഫോമൻസ് റൗണ്ടിൽ നല്ല കിതപ്പൊക്കെ ആയിരുന്നു, പിന്നെ അനുപല്ലവിയൊന്നും ശരിയായില്ല. ഇല്ല, അതൊക്കെ എന്താണ് സംഭവിക്കുന്നത്? അതൊക്കെ അങ്ങനെ കഥച്ചുകൊണ്ടും അനുപല്ലമൊക്കെ പോയതുകൊണ്ടല്ലേ മക്കൾക്ക് മാർക്ക് കുറഞ്ഞത്. അത് എന്താണ്, എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. മക്കളത് പറഞ്ഞോ? അറിയൂല. അല്ല മോളെ, അത് അത്രയ്ക്ക് ഇമ്പ്രസീവ് ആയില്ല നിൻ്റെ പെർഫോമൻസ്, അതാണ് സത്യം. നമ്മൾ മോളിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്ന. ഉറപ്പായിട്ട് നീ വളരെ വൈബ്രൻ്റായിട്ടൊരു പെൺകുട്ടിയാണ്. ഏത് ജോണറും നീ പുല്ലുപോലെ എടുത്ത് പാടുന്ന ഒരു പെൺകുട്ടിയാണ്. എവിടാണ് മക്കൾക്ക് തെറ്റ് സംഭവിച്ചതെന്ന് മോളൊന്നും മനസ്സിലാക്കണം. നമ്മളൊക്കെ മനസ്സിലാണോ? അല്ല മക്കൾ പറഞ്ഞോടാ. ഇതിപ്പോൾ നമ്മൾ അടിയിടിയൊന്നും കൂടുതലല്ലോ. നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരമാണിത്. എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. മക്കൾക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടായിരുന്നോ? തൊണ്ടയടപ്പുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ, പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. പക്ഷെ അതൊന്നും ഒരു ഇഷ്യൂ അല്ല. അത് നിങ്ങൾ കാണുമ്പോൾ തൊണ്ടയൊക്കെ അടച്ചാൽ തൊണ്ടയൊക്കെ പാടുമ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം വരും. ഇത് അങ്ങനെയല്ല, മൊത്തത്തിൽ ഒരു ഡൾ അടിച്ചു മോടെ പെർഫോമൻസസ് എല്ലാം തന്നെ. അതാ എനിക്കൊരു ആകെ വിഷമമായി പോയത്. അവിടെ അങ്ങനെ ഒരാളല്ല നീ. ഇവിടുത്തെ എല്ലാ കുട്ടികളെ നോക്കിയാൽ നീ അങ്ങനെ ഒരു വൈബ്രൻ്റ് ആളാണ്. എന്തും പാടാനും തുള്ളി തുള്ളി നിൽക്കുന്ന ഒരു പെങ്കൊച്ചാണ്. വളരെ പോസിറ്റീവാണ് അവള്. അപ്പോൾ മക്കളിങ്ങനെ ഉഴപ്പിയാൽ ശരിയാകത്തില്ലടാ കേട്ടോ. ഈ പറയുന്നതൊക്കെ സ്നേഹത്തോടെ നമ്മളൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ പറയുന്നത് പോലെ എടുത്താൽ മതി കേട്ടോ മക്കളെ. മക്കളുടെ മാർക്ക് 77.35. അടുത്ത ആള് അമേയ. വാ മക്കളെ. ഇപ്പം അസുഖമൊക്കെ മാറിയോ കുഞ്ഞിന്? കുഴപ്പമില്ല. ഇപ്രാവശ്യം കുഞ്ഞിന് കുറച്ച് അസുഖം, പക്ഷെ അത് ഓടെ ടോണിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു, എനിക്ക് കുറേ ഇഷ്ടമായി. പിന്നെ എന്താണ് ഇപ്രാവശ്യം ഈ അസുഖം അല്ലാണ്ട് മോക്ക് പറ്റി എന്താണ് പറഞ്ഞോ മക്കളെ? അസുഖമായിട്ട് വന്ന ദിവസം അവള് നന്നായിട്ട് പാടി. അതിന് ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂമേഴ്സ് അത്ര സ്നേഹമാണ് നിങ്ങളുടെ. ഞങ്ങളുടെ അടുത്ത് ഇവിടെ സാറേ വയ്യാന്ന്, ഒട്ടും വയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞു മിണ്ടാതെ പൊക്കോ വരുന്നത്. അത് കൊച്ചു നന്നായിട്ട് പാടുന്നുണ്ടെന്ന് നിങ്ങളുടെ ഗ്രൂമേഴ്സിനെ ഞാൻ ഓടിച്ച് മോടെ പാടുന്നത് കേട്ടിട്ട്. ഇത് അത്ര മനോഹരമായിരുന്നു ടോൺ. ഈ അസുഖമല്ലാതെ മോക്ക് വൃത്തിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? മക്കളെ പാറുവിൻ്റെ അടുത്തല്ല പറയേണ്ടത്, നമ്മുടെ
ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കേൾക്കട്ടെ, ഞങ്ങളും കേൾക്കട്ടെ. മക്കൾ പറ, എന്താടാ മുത്തേ? ഒന്നുമില്ലേ? പ്രതീക്ഷ പോലെ പാടാൻ പറ്റിയില്ല സ്റ്റേജിൽ. ശരി. അല്ല, ഈ ഗ്രൂമിങ്ങിനൊക്കെ കൃത്യമായിട്ട് പോയോ കുഞ്ഞു? കള്ളം പറയരുത്, എല്ലായിടത്തും സത്യം പറഞ്ഞു. പോയി. കൃത്യം അവർ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ പോയി പ്രസന്റ് സാർ എന്ന് പറഞ്ഞു തന്നു. അവർ നിങ്ങളെ പോയി കാലെ തൊട്ട് തൊഴുതിട്ടൊക്കെ വിളിച്ചുകൊണ്ട് വരേണ്ട ഒരു സ്ഥിതി വരെ എത്തിച്ചോ നിങ്ങൾ? ഞാൻ വിളിച്ചപ്പോൾ ചെല്ലാറുണ്ട്. അല്ല, അത് കൃത്യമാണല്ലോ. അല്ല, അങ്ങനെ ചെല്ലണം. പലരെ പറ്റിയും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കുറിച്ച്. ആൺകുട്ടികളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അവരെല്ലാം നല്ല പിള്ളേരാണ്. നിങ്ങളാണ് ഉഴപ്പുന്നതെന്നാണ് എനിക്ക് കിട്ടിയ ന്യൂസ്. അത് നിങ്ങൾക്ക് തന്നെയാണ് മക്കളെ കുഴപ്പം. അല്ല, ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ വേണിച്ചേട്ടനോ എനിക്കോ നിത്യാമാമനോ അല്ല, പാറുവിനോ അല്ല. നിങ്ങളിങ്ങനെ മണ്ടത്തിലായിട്ട് പോയിട്ട് ഓരോരുത്തർ പോകും, നമ്മൾ കഷ്ടപ്പെടും. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ പക്ഷേ ആ കൊച്ചു പോയല്ലോ. ഇത് നമ്മളെ ഈ വയസ്സാം കാലത്ത് എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ, നിങ്ങളൊക്കെ എന്ത് പാട്ടുകാരാ, എല്ലാവർക്കും ഓരോ പ്ലസ് ഉണ്ട്. ടോൺ, അതുപോലെ ചിലർ അസാധ്യമായിട്ട് പാടും. അത് എങ്ങനെയാ പറയണ്ടേ? എല്ലാവരും എടുക്കാച്ചുകളാണ്. പോട്ടെ, ഇനി ഇതിൻ്റെ കൂടെ എനിക്ക് ഒരാളെയും കൂടെ വിളിക്കാനുണ്ട്. അമ്മയുടെ മാർക്ക്. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, തീർത്ഥക്കുട്ടി വരും. മക്കൾക്ക് എന്താണ് പറ്റിയത്? പറഞ്ഞോ മുത്തേ, എന്തെങ്കിലും ഉണ്ടോ ഇപ്പം അങ്ങ് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ഡാൻസ് മസ്തി റൗണ്ടിൽ ഡാൻസ് അധികമായിട്ട് കളിക്കാൻ പറ്റിയില്ല. അപ്പം അതിൽ കുറച്ച് മാർക്ക് കുറഞ്ഞില്ല. ശരി, മറ്റേ രണ്ടെണ്ണം നല്ല മാർക്കുണ്ടായിരുന്നു. അതിൽ 1 8 ഉണ്ടായിരുന്നു. എന്താ പറ്റിയ അതിനകത്ത്? നമ്മൾ സാധാരണ ഒരു 9 അല്ലേ നന്നായിട്ട് പാടിയാലും കൊണ്ട് അള്ളി കൊടുക്കുന്നത്. അതിൽ സ്വരങ്ങൾ കുറച്ച് പ്രശ്നം പറ്റി. മക്കൾ ഓക്കെ അല്ലേ? ഒരു കുഴപ്പങ്ങളും മക്കൾക്ക് മനസ്സിൽ അലട്ടലൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടേ എടുത്ത് ദൂരെ കളയടാ, ഞാൻ അതേ പറയത്തുള്ളൂ. കേട്ടോ മോളെ, അതൊന്ന് ചുമന്നുകൊണ്ട് നടക്കരുത്. എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, ആ തലയിലിട്ടുകൊണ്ട് നടക്കരുത്. ഒന്നിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റിയ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയാണ്. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയുക. എല്ലാവർക്കും ചിലപ്പോൾ അമ്മയുടെ അടുത്തായിരിക്കും കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. അമ്മയുടെ അടുത്ത് പറയുക. അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയുക എന്ത് വിഷമമുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾക്ക് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ വിഷമത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയും മക്കളെ. ഇതും കൊണ്ട് നടക്കരുത് കേട്ടോ. എല്ലാവരോടും പറയുകയാണ്, എന്തെങ്കിലും വിഷമമുണ്ടെ പറഞ്ഞു തീർത്തേക്കാം. അതും കൊണ്ട് ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മോളെ അതിൻ്റെ ഒരു ഷെയ്ഡ് അവിടെ കിടക്കും. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ചേരുന്നവങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, സന്തോഷമായിട്ടിരിക്കേണ്ട സമയത്ത് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇനിയും നമ്മുടെ പാറു ചോദിച്ച പോലെ മാർക്ക്. പാറു, ഇതിൽ 2 പേർക്കും ഒരേ മാർക്കാണ്. അമേയ 76.5, അതേ മാർക്ക് തന്നെ മോക്കും. തീർച്ചയായിട്ടും. അടുത്തത് 5ാമത്തെ അനുഷ്ക. ഹായ് മക്കളെ, നീയാണ് ഇവിടുത്തെ ഒരു എന്താ പറയേണ്ട ഒരു ശർക്കര ഉരുണ്ട. ഞങ്ങൾക്കൊക്കെ അത്ര ഇഷ്ടമാണ് മോളെ. നമ്മളൊക്കെ നിന്ന് സംസാരിക്കുമ്പോഴും അവൾ ഓടി വന്ന് എൻ്റെ ഇടയിൽ കയറും. അങ്ങ് ഒരു കൊച്ചാണ്, കുറേ ഇഷ്ടമാണ് മക്കളെ. എന്ത് പറ്റി മക്കൾ? മൊത്തത്തിൽ ഈ റൗണ്ട്സ് ഒന്നും മോക്ക് അങ്ങോട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അതെന്താണ് അങ്ങനെ? എന്ത് പറ്റി മോക്ക്? ഡാൻസ് മസ്തി റൗണ്ടിൽ അത് കുഴപ്പമില്ല. നമ്മൾ അതിനങ്ങനെ ഭീകരമായിട്ടുള്ള മാർക്ക് കുറവൊന്നുമില്ല മോളെ അതിന്. മറ്റുള്ള 2 റൗണ്ടുകൾ അത് പ്രാക്ടീസ് ചെയ്തിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ല. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇവിടെ വരുമ്പോഴും അങ്ങനെ പാടണ്ടേ? അതിനല്ലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മ എന്നെ പാട്ട് പഠിപ്പിച്ചത്. എനിക്ക് മാമനുണ്ട്. മാമൻ പക്ഷേ ഫുൾ ടൈം ബിസിയാണ്. എനിക്കൊരു സംശയം എന്തെങ്കിലും ഉണ്ടായാൽ അത് ഒരു നിവൃത്തിയില്ല. ഞാൻ തന്നെ ആ മണ്ടത്തരം പാടി പഠിച്ചുകൊണ്ട് നടക്കും. കുറേ പ്രായമായതിനു ശേഷം അയ്യോ ഇത് മണ്ടത്തരമല്ലേ ഞാൻ പാടിക്കൊണ്ടിരുന്നതെന്ന് പിന്നെ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലായ മോളെ, ഞാൻ അറിയാൻ വയ്യാത്ത പ്രായത്തിൽ എനിക്ക് ഒരു 17-18 വയസ്സുള്ളപ്പോൾ കച്ചേരിക്ക് വന്നിട്ട് ഞാൻ ആഭേരി പാടി. എനിക്ക് നന്നായിട്ട് പാടി ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കുന്നത്. പക്ഷെ ഞാൻ പാടിയ ശുദ്ധ സന്യാസിയാണ്, ആഭേരി അല്ല. എന്നിട്ട് ഞാൻ കീർത്തനവും പാടി.
അപ്പോൾ നമുക്ക് ആ തിരിച്ചറിവ് എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടായത്. എനിക്കത് ചോദിച്ച് മനസ്സിലാക്കാൻ ഒരാളില്ലാതായിപ്പോയി. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടൊരാളുള്ളപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണ്ടേ? അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് 2 ഗ്രൂമേഴ്സ് അവിടെ ഉണ്ട്, രൂപേഷ് ആൻഡ് റജി. അൾട്ടിമേറ്റ് ഗ്രൂമർ ഇരിക്കുന്നു, ഇയാളും ഉണ്ട്. അയാൾ സ്നേഹത്തോടെ ഉണ്ട്. അതെ, വിത്ത് ലവ്, ഫുൾ ഓഫ് ലവ് ആൻഡ് നോളജ്. അത് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. ഉണ്ടോ? ശരിക്ക് ചോദിക്കാറുണ്ടോ ഡൗട്ട്സ്? പോയി എൻ്റെ അടുത്ത് ഡൗട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. മക്കളെ, ഇതൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാം, എന്ത് വേണേലും നിങ്ങൾക്ക് ചോദിക്കാം. ശരത് സാർ ആരെങ്കിലും വിളിച്ചോണ്ട് പോയി ഞാനിവരെ കടിച്ചെടുത്ത് കൊണ്ടുപോയി എൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രാഗങ്ങൾ ഇതൊക്കെ ഞാൻ പാടിക്കാറുണ്ട്. പക്ഷെ എന്നാലും ആ സമയത്ത് ഇവർ ഈ പാട്ടിൻ്റെ കാര്യമൊന്നും എൻ്റെ അടുത്ത് ഇതുവരെ ഡൗട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവർ 5 പേരാണ് ഡേഞ്ചറസ് സോണിൽ. ഇവരാണ് നമ്മുടെ സ്ത്രീ ശക്തി. എല്ലാ രാജ്യങ്ങളിലും പെണ്ണുങ്ങളിങ്ങനെ കത്തി കയറുകയാണ് മക്കളെ. നിങ്ങളെന്തോ ഇങ്ങനെ കത്തി എരിഞ്ഞങ്ങ് അടങ്ങി താഴെ പോകുന്നത് കഷ്ടമാടാ. നിങ്ങൾക്കൊക്കെ നല്ല ലെവലിൽ വളരണമെന്ന് ആഗ്രഹമുണ്ടോ? പാട്ടുകാരാവണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ഉള്ളവരൊന്ന് കൈപൊക്കാമോ? എന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ മക്കളെ? നിങ്ങൾ കുറച്ച് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം മക്കളെ, അതിനെ നിങ്ങൾക്ക് ഫലം ഉണ്ടാകത്തുള്ളൂ. മധുറാണി എന്നൊരു പാട്ടുകാരിയെ കേട്ടിട്ടുണ്ടോ ഇല്ലയോ? സേ യെസ് ഓർ നോ? ഇല്ല. എന്നാൽ കേൾക്കണം. അമ്മ പാടി ഒരു 11 ഗസൽസ് എന്തോ ഉള്ളൂ, പക്ഷെ അത് കേട്ടാൽ നമുക്ക് പ്രാന്തെടുത്ത് ഓടിപ്പോവും. ആ ലെവലിൽ കമ്പോസ് ചെയ്ത് പാടി വെച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ പിന്നെ പാടിയിട്ടില്ല. അതെന്താണെന്ന് അറിഞ്ഞൂടാ, അവർ പിന്നെ പാടാതിരുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പോഴും ഈ വയസ്സിലും അമ്മ ഉഗ്രമായിട്ടിരുന്ന് പാടുന്നുണ്ട്. ഹരിഹരൻ സാർ അമ്മയുടെ വീട്ടിൽ പോയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് ഹരിസാർ പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് ഇതുകൊണ്ട് ഇപ്പോൾ CD ഇറക്കുകയോ മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പാടി ഒന്നും ചെയ്യുന്നില്ല. അവരുടെ വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ വയസ്സിൽ. ഹരിഹരൻ സാറ് പോയി പ്രാക്ടീസ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അമ്മയുടെ പാട്ട് എന്തായിരിക്കും മക്കളെ? അതുകൊണ്ട് പ്രാക്ടീസ് അത് മസ്റ്റാണ്, അതിന് പ്രായമൊന്നുമില്ല. നമ്മുടെ പാഷൻ ന്യായമാണെങ്കിൽ പ്രാക്ടീസ് ഉണ്ടാവണം. പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുക. ഞാനങ്ങ് ക്ഷീണിച്ച് നിങ്ങളുടെ സംസാരിച്ചു, ടു ബി വെരി ഫ്രാങ്ക്. സത്യം, അത് നമ്മൾ പോസിറ്റീവായിട്ട് ഇപ്പോൾ ഈ 5 കിങ്കരന്മാരെടുത്ത് സംസാരിച്ചപ്പം ഉണ്ടായിരുന്നൊരു വൈബേ അല്ല എനിക്ക്. അവർ പറഞ്ഞത് നമ്മൾ വളരെ പോസിറ്റീവായിരുന്നു. മക്കളുടെ അടുത്ത് പറയുമ്പോൾ അതൊരെന്തോ ഒരു വിഷമം എനിക്ക്. നിങ്ങളെല്ലാം പിടിച്ച് 2 അടി അങ്ങ് തരട്ടെ എന്ന് അങ്ങ് തോന്നുക, സ്നേഹം കൊണ്ട്. പിന്നെ ഉഴപ്പി കളിക്കുക നിങ്ങൾ 5 പെൺപിള്ളേരുള്ള, സത്യം പറയാമല്ലോ. ഓക്കെ, അപ്പൊ ബാക്കി അർജുൻ, ദിയ, ധ്രുവ ആൻഡ് സർഗ, ഇവർ ഇത്രയും പേര് ഇന്നാണ്. പക്ഷെ ചെറിയ മാർക്കിന്റെ വ്യത്യാസം. മെബുന് 70, കുഞ്ഞു ചെറിയൊരു വ്യത്യാസം കൊണ്ടാണ് 79 77 ഇൻ ബിറ്റ്വീൻ ആണ് നിങ്ങളുടെ മാർക്സ് ഉള്ളൂ. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ച് ദൈവാധീനം ഉണ്ട് അവർക്ക് ഇപ്രാവശ്യം, അതുകൊണ്ട് അവര് സേഫാണ്. മക്കളുമാര് കൺഗ്രാറ്റുലേഷൻസ് മക്കളെ. മക്കളവരെ അവിടെ പോയിരുന്നു. ഇനി ഈ 5 പേരിൽ നിന്ന് മക്കളെ 5 പേരിൽ ലീസ്റ്റ് ഇനി ഈ 5 പേരിൽ നിന്ന് മക്കളെ 5 പേരിൽ ലീസ്റ്റ് അനുഷ്കയാണ് മോളെ. ഏറ്റവും കുറവ് മാർക്ക് മോക്കാണ്. നമുക്കിപ്രാവശ്യം 2 എലിമിനേഷനാണ് വേണ്ടത്, നടത്തേണ്ടത്. പിന്നെ ഇവർക്ക് 2 പേർക്കും സെയിം മാർക്കുമാണ്. അപ്പം നമുക്ക് ഇപ്പം ചെയ്യാനുള്ള ഒരു കാര്യം, മോളെ അനുഷ്കയാണിപ്പോൾ ലിസ്റ്റ്. അപ്പം നമ്മൾ മോളാണ് ഇനിയുള്ള ജേണിയിൽ ഉണ്ടാവില്ല കുഞ്ഞ്. അത് കുറേ വിഷമമുണ്ട്. പിന്നെ അടുത്ത് നിൽക്കുന്ന ഈ 2 പെൺകുട്ടികളാണ് നമ്മുടെ 2 പേരും 2 സ്വീറ്റ് ഹാർട്ടാണ്, അമേയും തീർത്ഥയും. അവർക്ക് 2 പേർക്കും ഒരേ മാർക്കാണ്. അപ്പൊ ശരത് സാർ പാർവണയും വൈകയും അപ്പൊ ഇന്നാണല്ലോ. ഇന്നാക്കണോ അവരെ? ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക.
നിങ്ങൾ ഇനിയും ഉഴപ്പുവോ? എനിക്കിവിടെ വാക്ക് തരണ്ട, സ്നേഹത്തോടെ ചോദിക്കുക. അടുത്ത വട്ടം വരുമ്പോൾ ഞങ്ങളെ ഞെട്ടിക്കുമോ നിങ്ങൾ? അതോ ഇങ്ങനെ ഞെട്ടിക്കുമോ? സത്യമാണോ മോളോ പാർവണ കുഞ്ഞ്? അടുത്ത പ്രാവശ്യം മാക്സിമം ഞാൻ നോക്കും. അങ്ങനെ നോക്കിയാൽ പോരാ കുഞ്ഞ്, അങ്ങനെ നോക്കണ്ട. എങ്കിൽ ഇപ്പോഴേ പൊക്കോ. എനിക്ക് അങ്ങനെയല്ല അറിയണ്ട, ഞാൻ ചെയ്ത് കാണിക്കും. ഞാൻ നമ്പർ 1 വരുമെന്ന് പറയണം. അത് പറഞ്ഞോ, ചെയ്യാൻ പറ്റുന്ന പിന്നുള്ള കാര്യം. ആ ഇത് വേണോടാ, ആ ഒരു വേണ്ടേ? ഞാൻ ചെയ്യാൻ നോക്കാം, ഞാൻ ഉരുളട്ടെ എന്നൊക്കെ അല്ല പറയണ്ടേ. ഞാൻ ചെയ്യും, ഞാൻ വന്നിരിക്കും എന്ന് പറ ധൈര്യമായിട്ട്. ഓൾ ദി ബെസ്റ്റ് മക്കളെ, ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ 2 കുഞ്ഞുങ്ങളും പോയിരുന്നു. അപ്പൊ വൈഗ ആൻഡ് പാർവണ ജസ്റ്റ് ചെറിയ മാർക്കിനാണ് നിങ്ങൾ 2 പേരും വിന്നാവുന്നത്. അപ്പൊ ഇനി ഡേഞ്ചറസ് സോണിൽ വരരുത്. ഓക്കെ, പ്ലീസ് ഓക്കെ, വരികയെ ചെയ്യരുത് മക്കളെ. പോയിരുന്നോടാ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. മക്കളെ, അപ്പോൾ ഈ 3 പേരെയും കൂടെ എന്തൊക്കെയാലും ഇപ്പോൾ പറഞ്ഞു വിടാൻ നമുക്ക് സ്കോപ്പില്ല. 2 പേരാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ മാനേജ്മെൻറ്റ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 പേരും ഒരേ മാർക്കായതുകൊണ്ട് നമുക്ക് ആകെയുള്ള ഞാനും വേണുചേട്ടനും മാമനും അതുപോലെ നമ്മുടെ സതീഷും കൂടെ ഇരുന്ന് ഒരു 3/4 മണിക്കൂറോളം ഡിസ്കസ് ചെയ്തിട്ടാണ്. ഏതെങ്കിലും ഒരാളെ ഒരു കാര്യം ഒരേ മാർക്കുള്ളപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരാളെ നറുക്കിട്ടെടുത്ത് വിടാൻ പറ്റത്തില്ല. അതൊരു നല്ല പരിപാടിയാണ്. അപ്പോൾ അത് ഒരു സൂപ്പർ ഓവർ വയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു പല്ലവി മനോഹരമായിട്ട് വളരെ കോൺഫിഡൻ്റായിട്ട് പാടാൻ പറ്റുന്ന ഒരേ ഒരു പല്ലവി മക്കളുമാർ 2 പേരും നിന്ന് പാടുക. അതിൽ നിന്ന് ആരാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ അത് ആ കുട്ടി ഇന്നാവും. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. അല്ല വേറെ 2 പേരിൽ നിന്ന് നറുക്കിട്ടെടുത്താൽ അതൊന്നും ശരിയാകത്തില്ല. നിങ്ങളുടെ ഒന്നും കൂടെ ആ ടാലൻറ്റ് ഒന്നും കൂടെ നിങ്ങളുടെ ടാലൻറ്റ് പ്രൂവ് ചെയ്താണെങ്കിലും ഒരു ഭാഗ്യ പരീക്ഷണം ഒന്നും കൂടെ അസാധ്യമായിട്ട് പാടി നന്നായിട്ട് അറിയാവുന്ന വളരെ കോൺഫിഡൻ്റായിട്ട് ഏത് രാത്രി വിളിച്ചിട്ട് പാട് എന്ന് പറഞ്ഞാലും മോള് പാടുന്ന ഒരു പല്ലവി ബ്യൂട്ടിഫുള്ളായിട്ട് പാടുക. ഇവിടെ ഔട്ടാവുന്ന ഇല്ലെന്നുള്ളതല്ല, അപ്പം അസാധ്യമായിട്ട് പാടടാ. ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും. നമ്മളിത് മുന്നേയും ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സെക്കൻഡ് ചാൻസ് ആണിത്. അപ്പൊ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാ. 1 മിനിറ്റ് അല്ലേ? അത് ഒരു പല്ലവി പാടിക്കും. 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് ആലോചിക്കാനുണ്ട്. അപ്പോ എടുത്തോ. ഓക്കെ, ടെൻഷനായ ഒരു പരിപാടി നടക്കില്ല. അതെ, ഇത് നിങ്ങളുടെ വീട്ടിലെ ഒരു കല്യാണത്തിന് പാടുക. ഒരു കല്യാണം 2 പേര് കല്യാണം കഴിച്ച് വിഷമിച്ച് നിൽക്കുക. അതിനിടയ്ക്ക് അവരെ സന്തോഷിപ്പിക്കാൻ പാടുക എന്ന് വിചാരിച്ചങ്ങ് പാടുക മക്കൾ. കൂൾ. എടാ ഇതിപ്പോൾ നമ്മുടെ ആയുസൊന്നും ആരും എടുത്തോണ്ട് പോകത്തില്ല. കൂളായിട്ടിരിക്കടാ. ടെൻഷൻ ആവല്ലേ? ടെൻഷനായ 2 അടി തരും ഞാൻ. അമ്മയെ കുഞ്ഞ് കൂൾ ഹാപ്പി. അവള് ഹാപ്പി ആവട്ടെ, അവള് വളരെ കൂളാണ്. മക്കൾ ഏത് പാട്ടാന്ന് ഇനി നമ്മുടെ അമ്മയിലേക്ക് പോവാം. പിന്നെന്താ? കുയിലപ്പൊടിച്ചി കൂണ്ടിലടച്ചി കൂവ ചൊല്ലുകിற ഉലകം, മയിലപ്പൊടിച്ചി കാലവോടച്ചി ആട ചൊല്ലുകിற ഉലകം, കുയിലപ്പൊടിച്ചി കൂണ്ടിലടച്ചി കൂവ ചൊല്ലുകിற ഉലകം, மயிலப்பொடிச்சி காலவோடச்சி ஆட சொல்லுகிற உலகம், அது எப்படி பாடுமையா, அது எப்படி ஆடுமையா, ஓ குயிலப்பொடிச்சி கூண்டிலடச்சி கூவ சொல்லுகிற உலகம், மயிலப்பொடிச்சி காலவோடச்சி ஆட சொல்லுகிற உலகம். ഓക്കെ ഓക്കെ, ഇനി 2 minutes ഡിസിഷൻ. ഓക്കെ, ശരത് സർ. യെസ് സർ. അമ്മയ പാടി, തീർത്ഥ പാടി. 2 പേരും നന്നായി പാടി. 2 പേരും നന്നായിട്ട് പാടി. അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സംശയമില്ല. അപ്പോൾ ഈ കുഞ്ഞിന് ഒരു ഇച്ചിരി ഒരു 5 പൈസയുടെ ടെൻഷനും കൂടെ ചുമന്നുണ്ടാ കൊച്ചു പാടിയത് തീർത്തും. ഇത്
അവൾ കൂളായിട്ട് പാടി. അവൾ ചുമ്മാ വീട്ടിലൊക്കെ തലമുടി ഗോതമ്പ് പാടുന്ന പോലെ ഒക്കെ പാടി. കുയിലെ പിടിച്ചോ മയിലിനെ പിടിച്ചാലും കൊച്ചൊട്ടും വറീഡല്ലായിരുന്നു. പക്ഷെ അത് രണ്ടും നല്ല നല്ല പാട്ടുകൾ. ഒന്ന് രാജാസാറിൻ്റെതും ഒന്ന് രവീന്ദ്രൻ മാഷിൻ്റെ. അപ്പോൾ ഇവരിപ്പം പാടിയപ്പോഴും ഞങ്ങൾക്ക് 3 പേർക്കും തോന്നിയത് രണ്ടുപേരും ഒരുപോലെ പാടി. കൺഫ്യൂഷൻ അപ്പോൺ കൺഫ്യൂഷൻ. പിന്നെയും ഒരേ മാർക്കാ. അപ്പോൾ ഒരു പാട്ടും കൂടെ ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ പാടിത്തരണമെന്ന് പറയാം. ഇനി ഏത് പാട്ടുണ്ടോ മക്കളെ? സ്റ്റോക്ക് ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ടോ? അല്ല ടെൻഷൻ ആവരുത്. ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം. എലിമിനേഷൻ അല്ലേ, കുറച്ച് വെള്ളം കുടിക്കും. വെള്ളം ഏത് പാട്ടാ മക്കള് നല്ല വൃത്തിയായിട്ട് പാടുന്ന ഒരു പാട്ട് പാട്. എന്തോന്നാ ടെൻഷൻ ആവാണ്ടിരിക്കേ? വെള്ളം വേണോ? പല്ലവി അല്ലേ? പല്ലവിയാണോ അനുപല്ലവിയാണോ? പല്ലവി പല്ലവി പാടും. ഉള്ളി പല്ലവി. എന്തോരം പാട്ട് പാടിയുടെ ഏതൊക്കെ ഒരു പല്ലവി. മക്കളെ ഇവിടെ വൃത്തിയായിട്ട് പാടി ഒരു പാട്ട് പാടുന്നാലും മതി. ആദ്യം ഹൈപ്പിച്ചൊന്നും പോണ്ടോ നോക്ക്. അവർക്ക് അയപ്പിച്ചാലത് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഉടനെ അയപ്പിച്ചത് പോണ്ട, കുറച്ച് താഴെ പിടിക്കുന്നു. പാറു നിനക്കായി കയ്യടി. നിന്നെ കൊണ്ട് ഇപ്പൊ ഒരു സമാധാനം ഇല്ലാതെ ആർക്കും. മക്കളെ ചക്കര, 2 ചക്കരകളെ ഇന്നിപ്പോ ആരാ ആദ്യം പാടുന്നത്? അമ്മയെ ആദ്യം നേരത്തെ പാടില്ല, ഇത്തവണ തീർത്ത ആദ്യം. ആയിക്കോട്ടെ, തീർത്ത കുഞ്ഞു പാടട്ടെ. ആഹാ, കമോൺ മക്കളെ, ആരാംസെ സമാധാനായിട്ട് പാടും. ഒന്നും ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. പാട്, കൂളായിട്ട് പാട്. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണീർ കിനാവായി തുളുമ്പി നിൽക്കും കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും. എங்கே எனது கவிதை கனவிலே எழுதி மடித்த கவிதை எங்கே எனது கவிதை கனவிலே எழுதி மடித்த கவிதை வீடில் கரைந்து விட்டதோ அம்மம்மா விடையில் அழித்து விட்டதோ கவிதை தேடித் தாருங்கள் இல்லை என் கனவை மீட்டு தாருங்கள். எங்கே எனது கவிதை கனவிலே எழுதி மடித்த கவிதை. പാറു, അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങൾ പാടി. അപ്പം നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. നമുക്കൊരു സത്യസന്ധമായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ. മക്കളെ പറഞ്ഞ് തീർത്തേ, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ പാടിയത്? ശ്രുതി തുടങ്ങിയപ്പോൾ കുറച്ച് ഫ്ലാറ്റായി. അത് പിന്നെ കുറച്ച് നേരത്തേക്ക് അങ്ങ് ഫ്ലാറ്റായിരുന്നു. ഒരു വില്ല ആവാൻ കുറേ നേരമായി. ഈ ടെൻഷൻ എന്തിനാ മക്കൾക്ക്? അത് നമ്മുടെ എല്ലാ നല്ലതും നാശമാക്കും മോളെ. ആവശ്യമില്ലാത്ത ആ ശ്രുതി ഒന്ന് കേട്ട് കുറച്ച് നേരം ഒരു 10 സെക്കൻഡ് നിന്ന് സമാധാനമായിട്ട് പാടിയാൽ പോരെ. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒരു ഉഗ്രായിട്ട് പാടിയെന്ന് പറഞ്ഞാലേ ഞങ്ങൾ. ഇതിപ്പോൾ മോള് നന്നായിട്ട് പാടി, പക്ഷേ ശ്രുതി മ്യൂട്ട് ചെയ്തിട്ട് വേണം കേൾക്കാൻ. അങ്ങനെ എന്തിനാ? അത് ഒരു ഗുണവുമില്ല. മക്കൾ അമ്മയ, മോളിങ്ങനെ മൊത്തം കട്ട് ചെയ്ത് എല്ലാ സ്ഥലത്തും എവിടൊക്കെ മോൾക്ക് ചാൻസ് കിട്ടാത്ത സ്ഥലം പോലും മോള് ശ്വാസം എടുത്ത് കയറി. അതെന്താണ്? മോള് ടെൻഷനായിരുന്നു മുഴുവൻ. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് തീരുമാനിച്ചതാണ്.
അപ്പം നമ്മൾ അമ്മയെ തൽക്കാലം ഇവരുടെ കൂട്ടത്തിൽ ഇരുത്താം എന്ന് തീരുമാനിച്ചു. മക്കളെ, ഇത് ഭാഗ്യം കൊണ്ടാണ് കേട്ടോ, ഭാഗ്യം കൊണ്ടാണ് പോയിരുന്നുള്ളൂ. മക്കളെ ഇരുന്നോ, മൈക്ക് കൊടുത്തിട്ട് വെക്കും. മോളെ തീർത്ത മക്കളെ വിഷമിക്കണ്ട, ഇത് നമ്മുടെ ജീവിതാന്ത്യം ഒന്നും അല്ലല്ലോ, ഇത് ജസ്റ്റ് തുടക്കമല്ലേ. അല്ലെങ്കിൽ മോൾ ഓൾറെഡി പ്ലേബാക്ക് സിംഗറാണിത്, നടിയാണ്. അല്ല, എന്ത് ചന്തമുള്ള കുഞ്ഞാ, നമുക്കൊക്കെ നീ പാടുകയും ചെയ്യും. അപ്പം അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല മക്കളെ കേട്ടോ. നമുക്ക് എന്തായാലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. എൻ്റെ അടുത്ത് ഇത്ര സ്നേഹത്തോടെ നിന്നോട് സംസാരിക്കുന്ന എന്നോട് നിനക്കൊന്നും സംസാരിക്കാനില്ലേ? എന്തെങ്കിലും പറ മക്കള്, ഒന്നും പറയാനില്ലേ? പാറു, ഒന്നും പറയാനില്ലേ കുഞ്ഞിന്? ഇല്ല, അവള് ഡൗൺ ആണോ? ഒരു ഐ ലവ് യു പറ. അതുമില്ല. എന്നാ ഞാൻ പറയട്ടെ, ഐ ലവ് യു മുത്തേ. പോന്ന് അതല്ലേ ഇപ്പൊ തലകൊണ്ട് കാണിച്ചത്, പൊക്കോളാൻ അല്ലേ? മക്കളെ, ദൈവാധീനം കൊണ്ട് ഞങ്ങൾ തീരുമാനിച്ച് നിന്നെയും കൂടെ തൽക്കാലം അവിടെ ഇരുത്താം കേട്ടോ. ഇനി ഇവിടെ ഉഴപ്പിയാൽ തിരിച്ച് നിർത്തി പഠോ 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 എന്ന് വേണിച്ചേട്ടൻ വന്ന് അടിക്കും. എന്നെ ഞാൻ ചെയ്യത്തില്ല, എന്നെ കൊണ്ട് അങ്ങനെ ക്രൂരകൃത്യം ചെയ്യാൻ പറ്റത്തില്ല. മക്കളെ, തീർത്ത കുഞ്ഞെ സന്തോഷമായോ? ഇനി ഉഴപ്പുവോ? ഇനി ഗ്രൂമേഴ്സ് വിളിച്ചാൽ നേരെ പോവോ അവരുടെ അടുത്ത്? അവരെ ശല്യപ്പെടുത്തി പാട്ട് പഠിക്കുവോ? ചെയ്യുമോ? അവരെ ശല്യപ്പെടുത്തി പാട്ട് പഠിക്കണം കൊച്ചേ. ഇത് എത്ര അടിച്ചാലും ശരിയാവത്തില്ലെന്ന് പറയാം. മക്കളെ, ആ കിളിയെ ആദ്യം പിടിച്ചിടും കൂട്ടിനകത്ത് കേട്ടോ. ഇനി സന്തോഷമായിട്ടിരിക്കും കേട്ടോ. അപ്പം മക്കളെ, ഇതാണ് സംഭവം. അപ്പൊ ഇനി മക്കളെ അവിടെ പോയിരുന്നു കുഴപ്പമില്ല. തീർത്ഥക്കുട്ടി, ഇവിടെ യഥാർത്ഥ വില്ലൻ മോളുടെ ടെൻഷനാണ്. സത്യം സത്യം മോളെ, സത്യം മോളെ. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം മക്കൾ ചിലപ്പം രക്ഷപ്പെട്ടു വേണം, അടുത്തതിൽ പോവും. അതിപ്പോഴേ മനസ്സിൽ വെച്ചാൽ അതിന് നീ കഠിനാധ്വാനം ചെയ്യണം. എങ്കിൽ മാത്രമേ പിടിച്ചതാ മറ്റേ ആ 5 ഘടാഘടിയന്മാരെ കണ്ടില്ലേ, അവന്മാരുടെ കൂടെ കയറി ഇരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ആ, അതിന് ശ്രമിക്കാം മോളെ. ഭയങ്കര ട്വിസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തവണ പാടിക്കുന്നു, 2 തവണ പാടിക്കുന്നു, എന്നിട്ടും ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ നിങ്ങൾ അത്യാവശ്യം ടാലൻറ്റഡ് ആണ്, അതിൽ നിന്ന് പോലും ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി എല്ലാവരും സീരിയസ് ആവുക, നമ്മൾ ക്വാർട്ടർ ഫിനാലേക്ക് കയറാൻ പോവാണ്. ഇനി ഈ കളിയും ചിരിയും ബഹളം ഒന്നും ഇവിടെ നടക്കില്ല. എല്ലാവരും സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് ചെല്ലുക, അവർ വിളിക്കണ സമയം ചെന്ന് പ്രാക്ടീസ് ചെയ്യുക. അല്ലാത്ത സമയം നിങ്ങളുടേതായ പ്രാക്ടീസ് നോക്കുക. ഓക്കെ, ഹെൽത്ത് നോക്കുക. അപ്പൊ തൽക്കാലം നമ്മളെ വിട്ട് പോകുന്നത് കുട്ടിയാണ്. അപ്പൊ നിങ്ങൾ 3 പേരും ഒന്ന് സ്റ്റേജിലേക്ക്. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു ചക്കരയാണ് ഇവള്. ഞാൻ അതാ അവളെ ശർക്കര എന്ന് വിളിക്കുന്നത്. എന്ത് ചെയ്യാനാ മോളെ, പോട്ടെ മോളെ, അതൊന്നും കുഴപ്പമില്ലടാ. നമ്മള് അനുഷ്കയ്ക്ക് നമ്മളുടെ മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മൊമെന്റോ വേണിച്ചേട്ടൻ കൊടുത്തോളൂ. ചേച്ചി, അനുഷ്കയ്ക്കുള്ള സർട്ടിഫിക്കറ്റ്. ഓക്കെ അനുഷ്ക, ഓൾ ദ ബെസ്റ്റ്. ഫ്യൂച്ചർ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ തുടങ്ങി വെച്ചു, നമ്മളിനി കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ വേണിച്ചേട്ടാ, നിത്യ ചേച്ചി, താങ്ക് യു സോ മച്ച്. അനുഷ്ക പോവാണ്, കൂടെ നിങ്ങൾ പോവാണ്. അപ്പൊ ഇനി സമയം കിട്ടുമ്പോ വരണം, ഉറപ്പായിട്ടും വരണം. ഓക്കെ, വിളിക്കും, ഉറപ്പായിട്ടും വിളിക്കും.